പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് കൂന്തളല്ലേ, കണവ തന്നെയല്ലേ പറയാ. അതുകൊണ്ടുള്ള ഒരു റോസ്റ്റാണ്. സിമ്പിളാണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ടേസ്റ്റ് അപാരാണ്. നമുക്ക് ആദ്യം തന്നെ കൂന്തൽ വൃത്തിയാക്കി കഷ്ണങ്ങളാക്കാം. ആദ്യം തന്നെ ഈ സാധനമല്ലേ, ഇത് പിടിച്ച് ഒറ്റ വലി വലിക്കുക. ചിലവർ ഇതിൻ്റെ ഈ സാധനങ്ങൾ എടുക്കും, നമ്മളെടുക്കണില്ല കേട്ടാ. ഈ സാധനം എടുക്കണില്ല, വേണമെങ്കിൽ എടുക്കണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഉള്ളിലൊരു മഷി ഉണ്ടാവും കേട്ടോ. അതിപ്പോൾ ചിലപ്പോൾ പൊട്ടിയാലും നമുക്ക് നന്നായി കഴിക്കാൻ മതി, കുഴപ്പമില്ല. ഇതിങ്ങനെ വലിച്ചെടുക്കുക കേട്ടാ. പിന്നെ ഇതിൻ്റെ മുകളിലൊരു ഇതുണ്ട് കേട്ടാ, ഇതിങ്ങനെ വലിച്ചു കളയാം. കൈ കൊണ്ടായിട്ട് വലിച്ചു കളഞ്ഞാൽ മതി കേട്ടാ. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് വലിച്ചു കളഞ്ഞു കേട്ടാ. ഇനി നോക്കിയാൽ ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വെറുതെ നിന്ന് മുറിക്കുക. ഇതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളില്ലേ, ഇത് കംപ്ലീറ്റ് നമ്മൾ കളയണം. അതിൻ്റെ ഉള്ളിലത്തെ കളയുമ്പോൾ ഇതിൽ ഒരു ഇതെങ്കിലും വേണ്ട ഈ സാധനം കിട്ടും. ഇത് നമുക്ക് വേണ്ട കേട്ടാ. ഇനി നന്നായി കഴുകിയാൽ മതി കേട്ടാ. വൃത്തിയായി നമ്മളിതിങ്ങനെ വൃത്തിയായിട്ട് കഴുകി ഇങ്ങനെ ആക്കിയിട്ടാ. ഇനി ഇതിനെ നമ്മൾ ഇങ്ങനത്തെ കഷ്ണങ്ങളാക്കാൻ പോവാണ്. ഇതിൻ്റെ സെൻറ്റർ മുറിക്കുന്നു. സിമ്പിളാണ്. ഇനി കണ്ടാ ഇങ്ങനെ നമ്മൾ കൂന്തൽ ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തു കേട്ടാ. കണ്ടാ ഇങ്ങനത്തെ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തു. ചിലത് അതേപോലത്തെ കഷ്ണങ്ങളായിരിക്കില്ല. 200 ഗ്രാമാണ് ഇട്ടത്. ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറവ് മഞ്ഞൾപ്പൊടി ഇടുന്നു, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ചൊറുക്ക, ഇതില്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ചാൽ മതിട്ടാ. പിന്നെ 2 കതിര് വേപ്പലയില്ലേ, അതെനിക്ക് പിച്ച് നുറിക്കാനിടുന്നു. നമ്മൾ മിക്സ് ചെയ്യണം. നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ മസാല കൂട്ട് ഉണ്ടാക്കാം കേട്ടോ. നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇടാം. ഇത് മൂത്തു. നമുക്ക് ഇതിലേക്ക് 2 സവാള കൊത്തിയരിഞ്ഞത് ഇടാം. ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞിടാം. കുറച്ച് വേപ്പില, ഒരു മീഡിയം ലെവലിൽ വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ തീ സിമ്മിലാക്കാം. എന്നിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂണിലധികം മസാലപ്പൊടി, ഗരം മസാല. പൊടികളൊക്കെ നന്നായി മൂത്തുട്ടാച്ച്, നന്നായി മൂത്തുന്നല്ല, കറക്റ്റ് മൂത്തു. അപ്പോൾ നമുക്ക് ഇരിക്കി ഒരു തക്കാളി ഇങ്ങനെ കൊത്തിയരിഞ്ഞത് ഇരിക്കുക ചേർക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടുന്നു. ഇതിപ്പോൾ നന്നായി വാടി ഒക്കെ സെറ്റായി കഴിഞ്ഞിട്ടാണ്. നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് ഈ കൂന്തൽ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകണം. അതിനുള്ള വെളിച്ചെണ്ണ തിരി ഒഴിക്കുക. ഇതിലേക്ക് 2 പച്ചമുളക് ഇടാം. നമ്മുടെ കൂന്തൽ നമ്മൾ പരത്തി വെച്ചത് ഒരു വെള്ളത്തിൻ്റെ ഉണ്ടാവും കേട്ടോ, ചെറുതായിട്ട് അത് ഇരിക്കുന്നു. ഇത് ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്തെടുക്കില്ല കേട്ടോ. നമ്മൾ ഒരു പകുതി. ഇതിനിപ്പോൾ വേറെ പാത്രം എടുക്കണമെന്നില്ല കേട്ടോ. മസാല നമ്മൾ കൂട്ടിയില്ലേ, ആ പാത്രത്തിൽ മസാല ഒരു പാത്രത്തിൽ ചെയ്തിട്ട് അതിന് ഉപയോഗിച്ചാലും മതി. കൂന്തലിൽ വെള്ളം ഉണ്ടാവും, അത് വറ്റി കഴിയുമ്പോഴാണിത് ഒന്നാവുള്ളൂ. ഒരു പകുതിയേക്കാളും അല്പം കൂടുതൽ ഇതായിട്ടാണ്
ഫ്രൈ ആയിട്ടുണ്ട്, നമുക്ക് വേവായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാലക്കൂട്ടില്ലേ മാറ്റി വെച്ചിട്ടുള്ളത് അത് ഇരിക്കാണ്ട് ചേർക്കാം. നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ്സിലധികം വെള്ളം ചേർക്കാം. ഇത് നമുക്ക് ഒരു 3-4 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടാണ് നമുക്കൊന്ന് തുറക്കാം. ഇനി മൂടിയൊന്നും വയ്ക്കണ്ട, നമുക്ക് ഒരു 2-3 മിനിറ്റ് കൂടിയും ഒന്ന് ഫ്രൈ ചെയ്യാം. നമ്മുടെ സാധനം ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് 1/4 ടീസ്പൂണിൽ അധികം കുരുമുളക് പൊടി, ഇത് വെള്ള കുരുമുളക് പൊടിയാണ്, സാധാരണ കുരുമുളക് പൊടി ചേർത്താൽ മതിട്ടാ. ഇളക്കാം. 1 മിനിറ്റ് നേരം നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്യും. നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ കൂന്തലിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ടേസ്റ്റ് ചെയ്യാൻ ഞാൻ തന്നെയാണല്ലോ. അപ്പോൾ ടേസ്റ്റ് ചെയ്യില്ല ആദ്യം. ആസ്വദിച്ച് കഴിക്കണം, കാരണം ഇതിന് കൊടുക്കുന്ന ടേസ്റ്റാണ്. നിങ്ങൾ വെച്ച് നോക്കണം കേട്ടോ. കേട്ടോ മണി കഴിക്കില്ല. പിന്നെ നമ്മൾ ഇന്നലെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി. അപ്പോൾ അതിൽ കഥകളൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പരാതി കണ്ടു. നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഓരോ സംഗതികൾ ഉണ്ടാക്കുമ്പോൾ അതിനനുയോജ്യമായ കഥകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിൽ പറയാൻ പറ്റില്ല. വെറുതെ ഞാൻ സങ്കല്പിച്ചുണ്ടാക്കിയിട്ട് അത് നിങ്ങളടുത്ത് പറയാൻ എനിക്ക് പറ്റില്ല. അത് നിങ്ങൾക്കറിയാൻ പറഞ്ഞോണെയാന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് കഥകൾ കേൾക്കണമെങ്കിൽ നമ്മുടെ ഈ ട്രാവലിൽ കുറേ കഥകളൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. കഥകളെല്ലാം ഉണ്ടായ സംഗതികൾ പറയുന്നുണ്ട്, അത് കാണാം. ഇതിലില്ല കഥകൾ. പിന്നെ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ കൂന്തൽ, എൻ്റെ ചെറുപ്പക്കാലത്ത് കൂന്തൽ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ തീരെയും കഥയില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വിഷമം തോന്നിക്കരുത്. നമ്മൾ കഥകളുണ്ടെങ്കിൽ നിങ്ങളോട് പറഞ്ഞിരിക്കും, സംഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എല്ലാവരും പരീക്ഷിച്ച് നോക്കാം. നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.